യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ ദൈവമക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 11-12 തിരുവചനങ്ങൾ. കർത്താവ് എന്നോട് ചോദിച്ചു, ജെറമ്യ, നീ എന്ത് കാണുന്നു? ജാഗ്രതാവൃക്ഷത്തിൻ്റെ ഒരു ശാഖ. ഞാൻ മറുപടി പറഞ്ഞു. അപ്പോൾ കർത്താവ് അരുളിച്ചെയ്തു, നീ കണ്ടത് ശരി. എൻ്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവം പലപ്പോഴായി നിങ്ങളോട് വചനത്തിലൂടെ സംസാരിച്ചിട്ടുണ്ട്. ദൈവം പലപ്പോഴായി നിങ്ങൾക്ക് പല വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിച്ചു തരുവാൻ വേണ്ടി, സാധിച്ചു തരുവാൻ വേണ്ടി കർത്താവ് എപ്പോഴും ജാഗ്രതയോടെ കാത്തിരിക്കുകയാണ്. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ സാധിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ ദൈവത്തോടൊപ്പം നടക്കണം, ദൈവപരിപാലനയിലായിരിക്കണം. ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ വ്യഗ്രതയോടെ നടന്നാൽ ഓരോ പ്രാവശ്യവും നമ്മൾ ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങും. നമ്മുടെ പദ്ധതികൾ നടന്നു കിട്ടാൻ വേണ്ടി ദൈവത്തെ ആശ്രയിച്ചാൽ അത് നടക്കില്ല. ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവം നിങ്ങളുടെ മനസ്സിലേക്ക് തന്ന ആശയം ദൈവത്തിൻ്റെ പദ്ധതിയാണോ എന്ന് അന്വേഷിച്ചിട്ട് ആ ദൈവീക പദ്ധതി നമ്മളിൽ നിറവേറുവാൻ ജാഗ്രതയോടെ കർത്താവിൻ്റെ മുന്നിലായിരിക്കുക. ആ കർത്താവ് അത് സാധിച്ചു തരും. എളിമയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുക. ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നതെന്തും ചെയ്യുവാൻ തയ്യാറായിരിക്കുക. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന മക്കളെയെല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ലോകം ഇപ്പോൾ യുദ്ധത്തിൻ്റെ കെടുതിയില്ല. ലോകസമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും നോയമ്പിൻ്റെ ഒരു വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ കടന്നിരിക്കുന്ന ഈ ദിവസം രാഷ്ട്രത്തലവന്മാർക്ക് വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുവാൻ, യുദ്ധത്തിൽ നിന്നും മാറി സമാധാനത്തിലേക്ക് കടന്നു വരുവാൻ, ഈ രാജ്യങ്ങളിലെല്ലാം യേശുക്രിസ്തുവാകുന്ന സമാധാനം സ്ഥാപിക്കപ്പെടുവാൻ ദൈവം ഇടപെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലെ ഏറ്റവും സമാധാനപ്രിയനായ, സമാധാന ദൂതനായ യേശുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.